പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ക്രിഷ് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ കാട്ടിൽ നിന്ന് അത്ര എളുപ്പം നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നത് സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനു വേണ്ടി പുതിയൊരു വഴി കണ്ടെത്തുക തന്നെ വേണം. നമുക്ക് ഏറ്റവും നല്ലത് തുഴമാർഗം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായിരിക്കും. അതാകുമ്പോൾ അവരുടെ കണ്ണിൽ പെടുകയുമില്ല. ഇത് കേട്ടതിനെ തുടർന്ന് ക്രിഷ് സാർ, നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ഇവിടെ രക്ഷപ്പെടുന്നതിനായി ബോട്ടോ വഞ്ചിയോ മറ്റൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? ക്രിഷ് സാർ തന്നെ പറയൂ. അതാ ഒരു ചങ്ങാടം പോകുന്നത് കണ്ടില്ലേ? അതിൽ കയറി നമുക്ക് രക്ഷപ്പെടാം. അത് ഞാൻ നീന്തിപ്പോയി ഇവിടേക്ക് കൊണ്ടുവരാം. നമുക്ക് പിന്നെ അതിൽ കയറി രക്ഷപ്പെടാമല്ലോ. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല. വേണ്ട ക്രിഷ് സാർ, ക്രിഷ് സാർ അത്ര റിസ്ക് ഒന്നും എടുക്കണ്ട. കൺമണി, റിസ്ക് എടുക്കാതെ നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുകയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം നീക്കണം. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ നമ്മൾ ചെയ്യുകയും വേണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റു മാർഗങ്ങൾ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ആ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് കൺമണി. ഒടുവിൽ ആ ചങ്ങാടം പിടിച്ചെടുക്കുന്നതിനു വേണ്ടി കുതിച്ചെത്തുന്നതിനിടയിൽ ക്രിഷ് മുങ്ങിപ്പോയിരിക്കുകയാണ്. ഇത് കണ്ട് ആകെ കൺമണി പേടിച്ചു പോകുന്നു. എന്താണ് സംഭവിക്കുക എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ കൺമണി. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന കൺമണി പൊട്ടിക്കരയുകയാണ്. കൃഷ്ണന് എന്തെങ്കിലും പറ്റിയാൽ അതിനു ഉത്തരവാദിത്തം തനിക്കാണ്. തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ക്രിഷ് സാർ ഇത്രയും വലിയ റിസ്ക് ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇപ്പോൾ. പക്ഷേ ഇതേ തുടർന്ന് ക്രിഷ് ഒടുവിൽ രക്ഷപ്പെട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇതോടെ ക്രിഷിനെ ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്ന കൺമണി ഒരു നിമിഷത്തേക്ക്, ക്രിഷ് സാർ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഞാൻ കരുതിയത്. ഒരിക്കലും ഞാൻ ഇങ്ങനെ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചില്ല. ക്രിഷ് സാർ എന്നും എൻ്റെ കൂടെ വേണം. അതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുകയാണ് കൺമണി. ഇതോടെ കൺമണിയുടെ മനസ്സിലെ തൻ്റെ സ്ഥാനം തിരിച്ചറിയുകയാണ് ക്രിഷ്. എന്തൊക്കെ സംഭവിച്ചാലും കൺമണി തൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്ന ക്രിഷ് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ്. ഇത്രയും നാൾ ഞാൻ ജീവിതത്തിൽ തേടി നടന്നവൾ ഇവൾ തന്നെ. ഇവളെ റീപ്ലേസ് ചെയ്യുന്നതിനായി മറ്റൊരു പെണ്ണിനും സാധിക്കുകയില്ല. ഇവൾക്ക് അത്ര വലിയ സ്ഥാനമാണ് എൻ്റെ ജീവിതത്തിൽ ഉള്ളത് എന്നുള്ള കാര്യം ക്രിഷ് ഒടുവിൽ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ്. ഇത്രയും വലിയ സന്തോഷം തനിക്ക് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും ക്രിഷ് മനസ്സിലാക്കുന്നു. ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ക്രിഷ്. ക്രിഷിന്റെ മനസ്സിലും തന്നോട് പ്രണയമുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൺമണിയും. പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന സുമിത്രയാകട്ടെ തിരിച്ചടിക്കാം എന്നുള്ള കാര്യം തൻ്റെ ഭർത്താവിനോട് പറയുന്നു. അധികം മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുകയില്ല. ആ കാട്ടിൽ നിന്ന് അങ്ങനെ എളുപ്പം രക്ഷപ്പെടാനും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് പോകും. അതിൽ ഒരു സംശയവുമില്ല. ധൈര്യമായിരിക്കൂ, നമ്മുടെ ആളുകൾ അവളെ പിന്തുടർന്നു പോകുന്നുണ്ട്. അധികം വൈകാതെ തന്നെ പിടികൂടുകയും ചെയ്യും. നമ്മുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുകയില്ല അവർക്ക് എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുകയാണ് അയാൾ. പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് വന്നു സംഭവിക്കുന്നു. ബലരാമനെ ചോദ്യം ചെയ്തിട്ട് യാതൊരു ഉത്തരവും ലഭിക്കാത്തതിനെ തുടർന്ന് പോലീസാകെ കൺഫ്യൂസ് ആയിരിക്കുകയാണ്. കൺമണിയെ ഇതുവരെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല.
ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു. മനോജ് ഇതേ തുടർന്ന് ബലരാമനെ ചെന്ന് കാണുകയാണ്. ബലരാമനാകട്ടെ കാര്യങ്ങൾ എൻ്റെ കയ്യിലില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയും എന്നെ ചോദ്യം ചെയ്തിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നെ വിശ്വസിച്ച് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്, അല്ലാതെ മറ്റൊന്നുമല്ല. വെറുതെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അത് കൺമണിക്ക് തന്നെയാണ് ഉപദ്രവമാവുക എന്നുള്ള കാര്യവും മറക്കരുത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ബലരാമനെയും കൂട്ടിക്കൊണ്ട് അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ മനോജും. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.